ഹലോ. ഞങ്ങളിപ്പോ മിഞ്ഞാന്ന് നാട്ടിലെത്തി. ഇപ്പൊ ഇവിടെ വന്നപ്പോ മഴയൊന്നും ഇല്ല കേട്ടോ. വീടിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ എന്താണ് മഴക്കാലം ആയതുകൊണ്ട് അടച്ചിട്ട് പോയ കാരണം ഒരു ചെറിയൊരു പൂപ്പല് മാതിരിയൊക്കെ സ്റ്റവിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഇത്രയും നല്ല മഴയില്ലായിരുന്നു. അത്രയും മഴയല്ലായിരുന്നു. അപ്പോ എന്താണ് 2 ആഴ്ചയിലെ ഒരു ദിവസമൊക്കെ തുടയ്ക്കും. എന്നാലും ഈ തുടച്ചാലും മറിച്ചിട്ട് പോവല്ലേ. അപ്പൊ ഈ മഴക്കാലത്ത് അടച്ചിട്ട് പോയാൽ അതാണ് പ്രശ്നം. പിന്നെ പെട്ടെന്ന് പോയ കാരണം ഒന്നും വൃത്തിയാക്കാനും ഒന്നും പറ്റിയില്ല. അപ്പോ വന്നപ്പോ നമ്മളിങ്ങനെ ഇത് ഇതുവരെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇന്നിപ്പോ ഞാനൊരു സ്പെഷ്യൽ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അത് എത്രത്തോളം ആൾക്കാർ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതെന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാട്ടോ, അത് എങ്ങനെ ഉണ്ടാക്കിയാൽ നന്നാവും. അപ്പൊ ഇതിപ്പോ ഈ കാലത്തെ കിട്ടുള്ളൂ. ജൂൺ ജൂലൈ മാസത്തിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് കൊടംപുളി. അപ്പൊ ഇത് കൊടംപുളി, പഴുത്ത കൊടംപുളി കേട്ടോ. നമ്മള് എപ്പോഴും കൊടംപുളി ഉണക്കിയിട്ട് മത്സ്യക്കൂട്ടാനൊക്കെ ഇടല്ലേ ചെയ്യാറ്. അപ്പൊ ഇത് കൊടംപുളി പച്ച കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇഞ്ചിപ്പുളി, നമ്മള് മറ്റേ പുളി കൊണ്ടാണല്ലോ സാധാരണ ഉണ്ടാക്കാറ്, വാളംപുളി കൊണ്ട്. അതിന് പകരം ഈ കൊടംപുളി വെച്ചിട്ടാണ് ഞാൻ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇതാണ് കൊടംപുളി കേട്ടോ. അടുത്ത വീട്ടിൽ ഉണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലില്ല, ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത് എന്താ വെച്ചാൽ മറ്റേ പുളിയിനേക്കാളും നമ്മളെ ദേഹത്തിന് നല്ല സാധനമാണ് ഈ പുളി. ഈ പുളി എന്താ കൊക്കും അല്ലെ, കൊക്കും എന്നാ പറയാ. ഇതിന്റെ ജ്യൂസൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ഇതിന്റെ കുരു കളയണം കേട്ടോ. നമ്മൾ ആദ്യം ഇതിന്റെ കുരു ഉണ്ടായിരുന്നു. കുരു ഇതാക്കണ്ടോ, ഇത് കളയണം. ഇത് ഇനി ശരിക്കും ഇത് വെയിലത്ത് വെച്ചിട്ടല്ല തോന്നുന്നു ഉണക്കുക. ഇത് നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ട് അങ്ങനെയാണ് അത്ര ഉണക്കുക. അത് വെയിലത്തല്ല ഉണക്കുക, അപ്പോഴാ ഈ കറുത്ത കളറ് വരുള്ളൂ. പിന്നെ വേനൽക്കാലല്ലല്ലോ, മഴക്കാലത്തല്ലേ ഇത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാവാം. പിന്നെ ഇതിന് എന്താ പറയാ, 2 മരം ഉണ്ട് കേട്ടോ. ഒരു ആൺമരും പെൺമരും. പെൺമരത്തിൽ ഇത് ഉണ്ടാവുള്ളൂ, ആൺമരത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഇത് രണ്ടും ഒപ്പം വെക്കണം എന്നാണ് ഞാനിപ്പോ അവിടെ ചോദിച്ചപ്പോ. 2 എണ്ണം ഉണ്ട് അവരെ വീട്ടില്. അപ്പൊ ഞാൻ ചോദിക്കുക എന്തിനാ. അപ്പൊ ഇത് രണ്ടും ഒപ്പം വേണം എന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അത് അറിയണവര് പറയൂ കേട്ടോ, രണ്ടും ഒപ്പം വെക്കണോന്ന്. അപ്പൊ നല്ല വിലയാണ് കേട്ടോ ഇതിന്. ഇതിങ്ങനെ ചെറുതാക്കി നുറുക്കി നമ്മൾ കുക്കറിൽ വേവിക്കണം കേട്ടോ. വേവുണ്ട്. ഞാനൊരു 3 എണ്ണമാണ് കേട്ടോ എടുക്കുന്നത്. 3 കൊടംപുളി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ബോംബെ പോയിട്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല അല്ലെ. എന്തൊരു മഴയായിരുന്നു എന്റെ അമ്മോ, ഭയങ്കര മഴ. ഇപ്രാവശ്യം എവിടെ ഇറങ്ങിയില്ല. ഒരു സാധനം മേടിക്കാൻ പറഞ്ഞ ഷോപ്പിംഗ് ഒന്നും നടത്താനേ പറ്റിയില്ല. താഴത്ത് മറ്റത് ഞങ്ങള് നടന്ന് എന്നും അമ്പലത്തിൽ പോയിരുന്ന, അതൊന്നും നടക്കുന്നില്ല ഇപ്രാവശ്യം. പക്ഷെ പോയോണ്ട് കുറെ ഉപകാരങ്ങളും ഉണ്ടായി. അവർക്ക് എന്താ പറയാ, 2 ആൾക്കും വയ്യാത്ത കാരണം അങ്ങനെ ഭക്ഷണം, പ്രത്യേകിച്ച് രമേശിന് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റി. പെട്ടെന്ന് ഇതായിട്ടോ, എന്താ പറയാ, കൗണ്ടൊക്കെ കൂടി. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. 2 ദിവസം കൊണ്ട് നല്ല മാറ്റം വന്നു. മിത്തുവിനും അതെ, ഇടയ്ക്ക് ഒരു ചേഞ്ച് അല്ലേ നമ്മളൊക്കെ ചെല്ലുന്നത്. കുട്ടികൾക്കും അതെ, കുറെ ദിവസം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അച്ഛനും അമ്മയൊക്കെ ചെല്ലുകയെന്ന് പറയുമ്പോ എന്നൊന്നും പോയി നിൽക്കാന്നല്ല പറയണത്. പക്ഷെ നമ്മള് പറ്റുന്ന സമയങ്ങളിൽ അവരടുത്ത്, നാട്ടിലൊക്കെ ആയതുകൊണ്ടൊന്ന് പോവാൻ പറ്റുന്നുണ്ട് അങ്ങനെ. പിന്നെന്താ വെച്ചാൽ ഇന്റീരിയർ എപ്പോഴും രമേശിന് പോയി നോക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്തൊക്കെ സുരേഷിനൊന്ന് പോവും. പിന്നെ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ അല്ലേ, സുരേഷിനെ അറിയണ കാരണേ അവ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ശരിക്കും ശ്രദ്ധിക്കണം ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. പിന്നെ അവരെ ഇന്റീരിയറിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഒക്കെ ഒന്ന് ഒപ്പം പോയിട്ടൊക്കെ ഒന്ന്, അവരാണ് മേടിക്കുന്ന വെച്ചാല് നമുക്കൊക്കെ ഒന്ന് കാണാനും ഇതൊക്കെ പറ്റി. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇനിയിപ്പോ ഞങ്ങള് രമേശിന്റെ അമ്മയും അച്ഛനും ഞങ്ങളെ കൂടി ഒപ്പം തിരിച്ചു പോകൂട്ടോ. ഇനിയിപ്പോ അവരെ ഹൗസ് വാമിങ് ആവുമ്പോ. ഓൾറെഡി ഞങ്ങൾ പോകേണ്ടതാണ് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ്, ഞങ്ങൾ 4 ആളും കൂടിയിട്ട്. അപ്പോഴാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ ആ ടിക്കറ്റൊക്കെ മാറ്റി വേറെ ടിക്കറ്റ് എടുത്തു. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ സംഭവങ്ങള്. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ലല്ലോ കാര്യങ്ങളൊക്കെ.
പ്രാവശ്യം ഞാൻ ആദ്യം കാണട്ടോ. അതെ, ഈ സാധനം തന്നെ ആദ്യം കാണല്ലേ. ഇവിടെ ഞാൻ ഉണക്കിട്ട് കൊണ്ടത് ഞങ്ങള് തൊട്ടടുത്ത വീടാണേ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് എന്തൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഉണ്ടാക്കിയ ഒരു പ്രാവശ്യം ഉണ്ടാക്കിട്ടോ, അപ്പൊ നന്നായി തോന്നിയപ്പോ പിന്നെ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇത് ഒരു 3 ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇനി കുറച്ച് അധികം വെള്ളം പാരണ്ട, കുറച്ച് വെള്ളം പാരുക, കുറച്ച് ഉപ്പ്, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിട്ടിട്ടൊരു 5-6 വിസിൽ വരുത്തണം. അതെന്താ വെച്ചാൽ അങ്ങനെ പേസ്റ്റ് രൂപമാവണം. അപ്പൊ നന്നായി വേവണം. അപ്പൊ ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇനി അത് ആവുമ്പോഴേക്കും നമുക്ക് പച്ചമുളകും ഇഞ്ചി നുറുക്കാട്ടോ. അത് നമ്മളെ വീട്ടിലുണ്ടായ ഇഞ്ചിയാണ്. അതിന്റെ ഒരു മണം ചെറുതാണ്, പക്ഷെ നല്ല സ്മെല്ലാട്ടോ. ചെറിയ ഇഞ്ചിയാ, കളറിന്റെ വെള്ളയാണ്. ഇത് പറിക്കാറായിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഒരു 10 പച്ചമുളകും. ഇത് ഒന്ന് നമുക്ക് നന്നായി ചെറുതായിട്ട് അരിയണം. അപ്പൊ ഇത് അരിയട്ടെ. അത് പച്ചമുളക് കീറിയിടുക, ഇഞ്ചി ചെറുതായിട്ട് അരിയുക. ഇതേ നുറുക്കുമ്പോ തന്നെ എന്താ വാസന ഇഞ്ചിയുടെ. പിന്നെ നീളത്തില് ഇപ്പൊ 6-7 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്ത് ഇപ്പൊ ആവിയൊക്കെ പോയിട്ടോ. ഇനി നന്നായി വെന്തിട്ടുണ്ട്. നന്നായി ഉടക്കണം കേട്ടോ. അങ്ങനെ കഷ്ണം കിടക്കാൻ പാടില്ല. നന്നായി ഉടച്ച്. വെള്ളം കൂടുമോ? ഇല്ല, ഇനി ശർക്കരയൊക്കെ ഇടണ്ടേ. ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാന്. എന്താ വെച്ചാൽ ചീനച്ചട്ടിയൊക്കെ ആയത് പുളിയല്ലേ സാധനം. അപ്പൊ ചട്ടിയിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അത് നന്നായി ചൂടാവട്ടെ കേട്ടോ. ഇതിൽ ഒന്നും കൂടി ഉടക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ പാരുന്നത്. കുറച്ച് അധികം വേണം, ഒരു 4-5 സ്പൂൺ വേണം. എന്താ വെച്ചാൽ നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റണ്ടേ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ പാർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായ കടുകും മുളകും പൊട്ടിക്കണം ആദ്യം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുക് ഇടുന്നുണ്ട്. ഒരു 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഇഞ്ചി ഒന്ന് നന്നായി വഴറ്റണം. ഇഞ്ചി ഒന്ന് നന്നായി വഴറ്റട്ടോ. ഇഞ്ചി കുറച്ച് അധികം വേണം, ഇഞ്ചിപ്പുളിയല്ലേ. അപ്പൊ നമ്മളെ ഇഞ്ചിയാണ് അധികം എടുക്കേണ്ടത്. പുളിയിഞ്ചിക്ക് ഞാൻ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ഇടും കേട്ടോ. പക്ഷെ അതിൽ പച്ചമുളകാണ് അധികം ഉണ്ടാവുക. ഇഞ്ചിപ്പുളിയില് ഇഞ്ചിയാവും അധികം ഉണ്ടാവുക. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്താണ്, പുളിയിഞ്ചിക്ക് നമ്മള് കടയില് എള്ളിടില്ല. മുളകാ പച്ചരിയിൽ മാത്രമാണ് എള്ള് പൊടിച്ചത്. പക്ഷെ കറുപ്പ് കളർ വരും പഴയ പുളിയാവുമ്പോ. നമ്മള് ഇതിനതും പുതിയ പുളിയൊക്കെ ഞാൻ ഉപയോഗിക്കാറ്. പിന്നെ ഇഞ്ചി നല്ലതല്ലേ, നമുക്ക് എത്രത്തോളം കഴിക്കുന്നതും നല്ലതാണ്. അപ്പൊ ഇഞ്ചി അധികം ഇട്ട. ഇഞ്ചി ഒന്ന് നന്നായി ഇതാവട്ടെ ഒന്ന്. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇതൊന്ന് നന്നായി വഴച്ചേക്കാം. ഇതൊരു വിധം വാടിയിട്ടുണ്ട് കേട്ടോ മുളകൊക്കെ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വേവിച്ച ഇത് ഇതിലേക്ക് പാരുന്നു. ഇതിലേക്ക് ഞാനൊരു 3 അച്ച് ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കൊടംപുളി നല്ല പുളിയല്ലേ. അപ്പൊ കുറച്ച് എന്താണ് മധുരം മുന്തി നിൽക്കണം. കുറച്ചും കൂടി വെള്ളം പാരുന്നേ. ഇതൊന്നിരുന്ന് ഈ ശർക്കരയൊക്കെ ഉരുകി ഇതെല്ലാം ഒന്ന് പിടിച്ച് റെഡിയായി നമുക്കിത് ഓഫ് ചെയ്യാം. ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. കുറച്ചും കൂടി ഉപ്പിടണം കേട്ടോ. കളർ കറുപ്പ് കളർ ആവില്ല. ഇതൊന്ന് തിളച്ച് കുറുകട്ടെ കേട്ടോ. ഇപ്പൊ ഇതാ ശർക്കരയൊക്കെ ഉരുകി ഒരുവിധം പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി കുറുകിയാൽ ഞാൻ ഓഫ് ചെയ്യണേ.
ഓഫ് ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് കടുക് പൊടി ഇടണം. അപ്പൊ ഇതൊന്നും കൂടി കുറുകട്ടെ. കളർ മാറി. കടുക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ തിളക്കരുത്, അപ്പൊ കയക്കും എന്നാണ് പറയാ. ഇതിലേക്ക് ഞാനൊരു 3/4 സ്പൂൺ, ചെറിയ സ്പൂണിന് കേട്ടോ, ഒരു 3/4 സ്പൂണ് കടുക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇത് അധികം തിളക്കണ്ട, ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് ഓഫ് ചെയ്യട്ടെ. ഇത് കുറച്ചൊന്ന് ചൂടാറുമ്പോഴേക്കും ഇനി ഇത് കട്ടയാവും, നല്ല കുറുകും. അപ്പൊ ഓഫ് ചെയ്യട്ടെ. അപ്പൊ സ്പെഷ്യൽ മുളകാപ്പച്ചടി അല്ല, ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊടംപുളി ഇഞ്ചിപ്പുളി റെഡി. ഇത് നമ്മൾ സെയിം കളർ വന്നു, ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. വെച്ചാൽ മറ്റേ പുളിയുടെ മാതിരി ഇങ്ങനെ ഭയങ്കര കുത്തന ഒരു ഇതില്ല, നല്ലൊരു സുഖമുള്ള ഒരു പുളി അല്ലേ. അതെ, പച്ച ഈ കാലത്ത് മാത്രമേ കിട്ടുള്ളൂ, അതാണ് പ്രശ്നം. പിന്നെ ഇപ്പൊ എല്ലാ എന്താ പറയാ, നല്ല സ്വാദുണ്ട് കേട്ടോ ഈ ഇത്. ഇപ്പൊ ഇനി എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. നമ്മള് മുളകാപ്പച്ചടി ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കുമ്പോ എത്ര വേണമെങ്കിലും ഇരിക്കുമല്ലോ, അതേമാതിരി ഇരിക്കും. പക്ഷെ നമ്മൾ എടുക്കുമ്പോ വേണ്ടത് മാത്രം എടുക്കുക, ബാക്കി നന്നായി ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക, അത് മാത്രമേ വേണ്ടൂ. ഒരേ ഇതും തന്നെ നമ്മൾ ദിവസം സ്പൂണിട്ട് ഇളക്കരുത്. അത് ഏത് അച്ചാറായാലും അങ്ങനെ ചെയ്യണ്ട, അപ്പൊ നമുക്ക് ഒരു കേടും ഉണ്ടാവില്ല. അപ്പൊ ഇത് റെഡി ആയിട്ടോ. ഇനി ഇത് ഞാൻ നാളെ എടുക്കുള്ളൂ, അപ്പോഴേക്കും അത് നല്ല സെറ്റ് ആവും. അപ്പൊ ഇത് അടച്ചു വെക്കാൻ പോവാണ്. ഇനി നാളെ ഇത് കഴിക്കുമ്പോ നമുക്ക് നോക്കാം അല്ലേ സുരേട്ടാ. അപ്പൊ ഈ മുളകാപ്പച്ചടി അല്ല, പുളിയിഞ്ചി. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും മുളകാപ്പച്ചടി എന്ന് പറഞ്ഞിട്ടാ ശീലം, പുളിയിഞ്ചി എന്ന് പറഞ്ഞ ശീലല്ലേ. അപ്പൊ ഈ എന്താ പറയാ, കൊടംപുളി ഇട്ട് വെച്ച പുളിയിഞ്ചി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നല്ല സ്വാദുണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയവരൊക്കെ അഭിപ്രായം പറയാ. ഇതിപ്പോ എത്രത്തോളം എല്ലാവർക്കും കിട്ടും എന്നറിയില്ല എനിക്ക്. പച്ചക്കൊടംപുളി ഉണ്ടാക്കുന്ന ഉള്ള വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ട് ലേഹ്യം അങ്ങനെയൊക്കെ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ജ്യൂസൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് ഫ്രണ്ട് പറഞ്ഞപ്പോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കൊടംപുളി ഇട്ട് മീൻ കൂട്ടാനൊക്കെ വെക്കാറുണ്ട്, അത് ഉണക്കിയതാണെന്ന് മാത്രം. ഇത് പച്ചോണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലായത്. അപ്പൊ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ നല്ല ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഓണത്തിനൊക്കെ പറ്റെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇപ്പൊ ഞാൻ അധിക ദിവസം ഇല്ലല്ലോ, അപ്പൊ അതൊരു വെറൈറ്റി പുളിയിഞ്ചി ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.